ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിൻറ്റേജ് തീം ജേണൽ കിറ്റാണ്. അത് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ മെയിനായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള തീംസിലൊക്കെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഡിസൈൻസിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. പാറ്റേൺ പേപ്പേഴ്സാണ്. ഫസ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്തിരി മടിയായിരുന്നു ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം എല്ലാവരും കൂടുതൽ പേര് വോട്ട് ചെയ്തത് ജേണൽ കിറ്റ് ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ വിൻറ്റേജ് തീം ചെയ്യാമെന്ന്. വിൻറ്റേജ് എന്ന് വെച്ചാൽ തന്നെ ഈ ഒരു ബ്രൗൺ ബ്ലാക്ക് ആ ഒരു തീമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ആ ഒരു തീമിലാണ് ചെയ്തത്. ആദ്യം ബ്രൗൺ ചെയ്തു, പിന്നെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീംസിലോ ഡിസൈൻസ് ഒക്കെ നോക്കി ചെയ്യാം. പിൻട്രസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറേ ഡിസൈൻസ് വേറെ ഇമേജസ് ഒക്കെ കിട്ടും. ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത് വാട്ടർ കളേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റമാണ് സെക്കൻഡ് ഐറ്റം, സ്റ്റിക്കേഴ്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിലൊക്കെ ചെയ്യാം. പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ കുറേ ഇമേജസ് കിട്ടും. പക്ഷെ എനിക്കതൊന്നും നോക്കാൻ മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ചുമ്മാ എൻ്റെ ഐഡിയാസിൽ കുറച്ച് ചെറുതായിട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി കുറേ തവണ സ്റ്റിക്കേഴ്സൊക്കെ ചെയ്യുന്ന ട്യൂട്ടോറിയലൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡിലൊക്കെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് വരച്ച് കളർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇതൊന്നും ഉണങ്ങിയില്ല. പിന്നെ എൻ്റെ ബ്രഷിൻ്റെ ആ ഒരു ടിപ്പ് ഇത്തിരി കൂടെ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് പെയിൻറ്റ് ചെയ്തപ്പോൾ എല്ലാം തെറ്റിപ്പോയത്. ഇതിൻ്റെ തേർഡ് ഐറ്റമാണ് ഞാൻ ചെയ്തത് ഫിലിം സ്ട്രിപ്സ് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഒക്കെ പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ കിട്ടും. ഞാനിപ്പോൾ എൻ്റേതായ ഐഡിയാസിൽ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെറിയ പേപ്പേഴ്സിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വലിയ പേപ്പേഴ്സൊക്കെ എടുത്ത് ആ ഒരു മെഷറിലൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ മടി കൊണ്ടാണ് കേട്ടോ ഞാൻ സ്കെയിലൊന്നും എടുക്കാതെ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഇത്തിരി ബോറായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത്തിരി കൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് വരച്ചാൽ മതി. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇത് ചെയ്തപ്പം. അതുകൊണ്ട് തന്നെ എല്ലാം സ്പീഡപ്പ് ആക്കിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗൈസ്, നമ്മുടെ ചാനലിൽ കുറേ യൂട്യൂബ് ടിപ്സും അതുപോലെ അല്ലാത്ത തന്നെ ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ആകെപ്പാടെ 2 ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് പെയിൻറ്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു. അങ്ങനെ അടുത്ത സംഭവമാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ആരുമില്ല, നമ്മുടെ വാഷി ടേപ്സ് ആണ് കേട്ടോ. അപ്പം സ്കെയിൽ എടുക്കാനുള്ള മടി കൊണ്ടാണ് അവിടെ ഇന്നൊരു സ്റ്റിക്കർ ബുക്ക് എടുത്തിട്ട് ഇതുപോലെ വരയ്ക്കുന്നത്. വാഷി ടേപ്സ് അല്ലേ, അപ്പം നിങ്ങൾക്ക് ഇത്തിരി കൂടെ നീട്ടമുള്ള പേപ്പേഴ്സൊക്കെ എടുക്കാം. ഞാൻ എന്തായാലും ഇത്തിരിയും കൂടെ എൻ്റെ കയ്യിലുള്ള ഒരു പേപ്പേഴ്സ് വെച്ചാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിലുള്ളതാണ് എടുത്തത്. എന്നിട്ട് അതിൽ ഞാൻ ഈ വിൻറ്റേജ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. വലിയ വലിയ ഡിസൈൻസ് ഒന്നുമില്ല. അടുത്ത ഐറ്റമാണ് നമ്മുടെ മറ്റേ കോഡ്സ് ഒക്കെ ഉണ്ടല്ലോ, തോട്ട്സ് ലേബിൾസ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് കളറിലുണ്ട്, വൈറ്റ് കളറിലുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തതുപോലെ ലൈൻസ് വരച്ചു കൊടുത്ത് അതിനുള്ളിൽ എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടുണ്ട്. ചുമ്മാ എന്താണ്ടൊക്കെയോ ഇംഗ്ലീഷിലൊക്കെ കണ്ട സംഭവങ്ങൾ എഴുതിയെന്നുള്ള, അല്ലാണ്ട് വലിയ തോട്ട്സ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ്. പാറ്റേൺ പേപ്പേഴ്സ്, വാഷി ടേപ്പ്, സ്റ്റിക്കേഴ്സ്, തോട്ട്സ്, പിന്നെ ഫിലിം സ്ട്രിപ്സ്. ഇത് കഴിഞ്ഞിട്ടില്ല, ഒരു ഐറ്റം കൂടി ഉണ്ട്, ഞാൻ മറന്നുപോയതാണ്. ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുള്ള സംഭവം. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. അതിതുപോലെ മടക്കിയിട്ട് നമ്മൾ ഞാൻ ഈ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അവിടെ എവിടെയെങ്കിലും എന്താ പറയുക, ഈ ടിഷ്യൂ പേപ്പേഴ്സ് കണക്റ്റ് ആയിട്ടിരിക്കുന്ന സൈഡ്സ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നല്ല ഇമേജസിലൊക്കെ കട്ട് ചെയ്യാം. ഞാനിപ്പം കുറേ ടിഷ്യൂ പേപ്പേഴ്സ് ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് കട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഞാൻ ഷോർട്സിലെങ്ങാണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ നമ്മുടെ സ്കൂളൊക്കെ തുറന്നില്ല. അപ്പോൾ എന്തായാലും ഇനി വീഡിയോസൊക്കെ കുറവായിരിക്കും. ഡെയിലി ഒരു ഷോർട്ടോ ഒരു ലോങ് വീഡിയോ അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരിക്കുള്ളൂ. എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ കാണുക കേട്ടോ. കിട്ടുന്ന ടൈമിലൊക്കെ അതുപോലെ പഠിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാർക്കൊക്കെ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ എന്തായാലും മാർക്കൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളുടെ മാർക്കൊക്കെ. അപ്പം എല്ലാ വിഷയമൊന്നും കിട്ടിക്കാണില്ല. എനിക്കിപ്പോൾ കുറച്ചെണ്ണൊക്കെ കിട്ടി. നാളെയും വേറെയും കുറച്ച് കിട്ടാനുണ്ട്. ചിലപ്പോൾ ഞാൻ വേണമെങ്കിൽ മാർക്സൊക്കെ റിവീൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ചെയ്ത ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറിൻ്റെ. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തുകൊണ്ട് എല്ലാം കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം. ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും എന്തായാലും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ ബൈ.